നിസ്കാരത്തിൽ മറവി തീരെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. അതിനിടക്കിടക്കിടക്ക് മറക്കണമെന്നല്ല പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടി മറന്നിട്ട്. എന്തിനാണ് സംഭവിച്ചതെന്നറിയോ? നമ്മളെപ്പോലത്തെ ആളുകൾക്ക് വേണ്ടി അല്ലാഹു തആല ചെയ്തു തരുന്നു. അപ്പൊ ഇനി മഅ്മൂമിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കും. 3-ാമത്തേൽ ഇരുന്നാല് പറ്റെങ്കിൽ ഒരു സുബ്ഹാനല്ലാഹ് പാസ്സാക്കുക. അവിടെ ഇരിക്കുമ്പോ ഓർമ്മ ഉണ്ടെങ്കിൽ 33 വട്ടം ചെല്ലണം എന്നല്ല പറഞ്ഞത്, ഒറ്റ സുബ്ഹാനല്ലാഹ് പാസ്സാക്കുക. അല്ലെങ്കിലോ ഉടനെ തന്നെ ഒന്ന് ഇശാറത്താക്കുക. നമ്മൾ അല്ലാഹുമ്മ അന്തസലൊക്കെ പാസ്സാക്കി പിന്നെ ദിക്റൊക്കെ കടന്നതിന് ശേഷം ഒരു മൂലക്കെന്ന് ആരെയും വിളിച്ചെറിഞ്ഞാലൊന്നും സംഗതി നടക്കൂല. പിന്നെ 4 റക്അത്ത് നിസ്കരിക്കുക, വേറെ കുഴപ്പമൊന്നുമില്ല. അതാ ഉടനെ നടക്കൂല. ആർക്കും ഇശാറത്താക്കാം, ഓർമ്മയുള്ള ആർക്കും ഇശാറത്താക്കാം. പക്ഷെ ഇമാമിനെ ഉണർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം പാടില്ല. അതാണ് ചിലരും ഉണ്ടാത്തത്. ഇമാമിനെ ഉണർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ഇശാറത്താക്കിയിട്ട് വാത് വരാനുള്ള സമയമല്ലല്ലോ അത്. അത് നിയ്യത്ത് ഇങ്ങനെ ആക്കണം. ഞാനത് ദിക്റല്ലാണ് ഇമാം കേട്ടും ചെയ്തോടെ അവൻ സംഗതി മനസ്സിലാവും. ആ നിയ്യത്താണ്ട് ചെയ്താൽ മതി. അല്ലാതെ ഇമാമിന് നമുക്ക് മുന്നിലിരിക്കണം നീക്കടാ ആ അർത്ഥത്ത് പറ്റൂല, ആ അർത്ഥത്ത് പറ്റൂല. അതിന് രണ്ടും തിരിച്ചു തന്നാ പിന്നെ പ്രശ്നമില്ല. നിങ്ങൾക്കൊരു ദിക്ർ അങ്ങോട്ട് പാസ്സാക്കാം. നമ്മൾ കേട്ടാൽ ഞമ്മക്ക് മനസ്സിലാക്കില്ല, നമ്മളെ മനസ്സിലാക്കില്ല. അപ്പൊ ഞാൻ മസല കേട്ടോളി. സലാം വീട്ടിൽ കഴിഞ്ഞാൽ ഉടനെ ആണെങ്കിൽ ഒറ്റ റക്അത്ത് നിസ്കരിച്ചാൽ സമയം. എനിക്കിപ്പോ സംഗതിയിൽ നിങ്ങളുടെ ഇടയിൽ ഒന്ന് കഴിച്ചില്ലാന് ഇപ്പൊ ഉടനെ നിസ്കരിച്ചോളി ഒരു റക്അത്ത് എന്ന് പറയാല്ലോ. എനിക്ക് പറഞ്ഞൂടെ ഇതിപ്പോ ഞമ്മക്ക് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മതി നിനക്ക് പറഞ്ഞപ്പോ നിങ്ങൾ എന്തെങ്കിലും വടി എടുത്ത് കണ്ടു വരുമോ? നിങ്ങളെമ്മ കൂടും. എനിക്ക് മസല ശരിയാക്കണം. 4 നിസ്കരിച്ചാലും വേണ്ടിയില്ല, നിങ്ങൾ എന്തെങ്കിലും കരുതിയാലും വേണ്ടിയില്ല, നമ്മൾ പഠിച്ചേ നടപ്പിലാക്കാൻ. അതേ ഞാൻ പറഞ്ഞേ കുറച്ച് ലൈറ്റ് അയക്കണം, അതുകൊണ്ട് 4 റക്അത്ത്. അപ്പൊ അതിന് പ്രശ്നമില്ല. ഇനി ഇങ്ങനെ ഒന്നും കൂടി കേട്ടോളി. 5 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ പറഞ്ഞത് ഉസ്താദെ 5 അയക്കണെന്ന് പറഞ്ഞാൽ അനങ്ങണ്ട. എന്തു കുഴപ്പമില്ല, നിസ്കാരത്തിനൊരു കേടുപാടില്ല. പക്ഷേ ഇമാം എണീച്ചത് 5-ാമത്തേക്കാന്ന് ഉറപ്പുണ്ടായിട്ട് നീക്കാൻ പാടില്ല. അത് പിന്നെ നീച്ച ആൾക്കാർ കുഴപ്പമാണ്. ഈ നീക്കണത് 5-ാമത്തേക്ക് തന്നെയെന്ന് മൊമുവിന് ഉറപ്പാൽ മൊമും എന്ത് പാടില്ല, നീക്കാൻ പാടില്ല. അവിടെ ഇരുന്നിട്ട് സലാം വീട്ടി പിരിയണം, അല്ലെങ്കിൽ നമ്മളെ കാത്തു. ഇമാമിന് ഓർമ്മയില്ല, ഇമാം 5-ാമത്തേക്ക് തന്നെ നീച്ചു. കഴിഞ്ഞതിന് ശേഷം ഒരാൾ പറഞ്ഞു 5-ാമത് ഉറപ്പാണ്. അത് ഈ മാമൂമിങ്ങൾ പല ഇട്ടുണ്ടാവും. അവർക്കിത് ഓർമ്മയുള്ളത് വേറെ എന്തെങ്കിലും കണക്കൂട്ടിട്ട് വേണമെങ്കിൽ ഇത് സംഗതി മനസ്സിലായി. ഇത് കോട്ടക്കല് നിസ്കാരം കഴിഞ്ഞു. കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു 4 റക്അത്ത്. ഒരു പലർക്ക് കച്ചവടക്കാരൻ പറഞ്ഞ് 3 ആയിട്ടുണ്ട്. ആകെ പ്രശ്നം. ഇയാളൊരു പൊടി പൊട്ടണില്ല. അവസാനം തല്ലിന്റെ വക്കെത്തി. അപ്പൊ ഇയാൾ റൂമിൽ കുളിച്ചാണ്ട് പറഞ്ഞ് എനിക്ക് 4-ാമത് ഉറപ്പാണ്, ഞാനാണ് ഇമാമത്ത്, എല്ലാവർക്കും ഉറപ്പാണ്, ഈ മാത്രമേ ഈ 3 കൂടാൻ കാരണം എന്താ? അപ്പൊ ഇയാൾ പറഞ്ഞു പൊന്നുസ്താദെ എനിക്ക് കോട്ടക്കലൊരു കടയുണ്ട്, മലപ്പുറത്തൊരു കടയുണ്ട്, മഞ്ചേരിയിലൊരു കടയുണ്ട്, വൈലത്തൂരൊരു കട. ഈ 4 കടയിലെ വരവും ചെലവും ഞാൻ കണക്കാക്കില്ല. യശാ 4 റക്അത്ത് വെച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ കോട്ടക്കത്തും മലപ്പുറത്തും മഞ്ചേരിത്തും കണക്കൂട്ടിയപ്പോഴേക്ക് സലാം വീട്ടി വൈലത്തൂരത്ത് അവിടെ വിവാഹിക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി റക്അത്ത് എത്ര ആയിട്ടുള്ളൂ. അതാണ് ഇപ്പൊ ആ സാധുവായ്മ ഉറപ്പിച്ചിരിക്കാൻ കാരണം. അപ്പൊ അങ്ങനെ ഉണ്ടാവും. ഈ റക്അത്തിന്റെ എണ്ണം ഉറപ്പായതുകൊണ്ട് ഇഖ്ലാസ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഏതായാലും നിങ്ങളല്ലേ ഇടയ്ക്കിടയ്ക്ക് വാദ വെക്കണോണ്ടും വിഷയങ്ങൾ മനസ്സിലാക്കണോണ്ടും അന്താരാഷ്ട്ര പൊട്ടന്മാരുടെ സ്വഭാവം കാണിച്ചില്ല. ചിലവര് എന്താ അങ്ങനെയാണ് മറക്കാന്? മനുഷ്യന്റെ പേരെന്നെ നാസ് എന്നല്ല, അതിന്റെ അർത്ഥം മറന്നോനെന്നല്ലേ. മറന്നിട്ടാലോ ദുനിയാവുക്ക് വന്നത്. ഇപ്പൊ നസി ആദം പാക്കലാണ് ഇമാം ഖുർത്തുബി. ആദം അലി ഇസ്ലാം പഴം തിന്നത് അള്ളാഹു തആല വലാ തഖറബന്ന് പറഞ്ഞ ഓർമ്മയിലേക്ക്. അപ്പൊ അതിന്റെ കുട്ടികളല്ലോ ഇപ്പൊ നമ്മള് അള്ളാഹ് പറഞ്ഞ ആ പഴം തിന്നരുത് എന്ന്. ആദം നബി മറന്നുപോയി. മറക്കല്ല. നാളൊരു ഉസ്താദിനോട് പറഞ്ഞു സെക്രട്ടറി ശമ്പളം കൊണ്ടുവന്നപ്പോ അതിന്റെ ഇടയിൽ ലോട്ടറി ടിക്കറ്റ് പൊട്ടിക്കണ മറന്നതാണ്. ഇപ്പഴല്ലേട്ടോ. ഇപ്പഴത്തെ സെക്രട്ടറി ബസ് എന്ന് പറഞ്ഞാൽ ലോട്ടറിന്റെ അടുത്ത് കിടക്കാത്ത അവരൊരു പിരിവുണ്ടെങ്കിൽ തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും കണക്കാക്കി എന്നെ തന്നെ തടഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. അവിടേക്ക് ഇത് കണക്കൂട്ടിട്ട് പറയാൻ പറ്റുള്ളൂ എന്നപ്പോ ഒരു നിലക്ക് എന്താ അത് അങ്ങനെയൊന്നും. പിന്നെ
ആ ഒരു സാമ്പത്തിക ശുദ്ധിയാണ് അത്. ഇവിടെ അല്ലേ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് ഒരു ഇമാമിനോട് പറഞ്ഞതാ, അവിടുത്തെ സെക്രട്ടറി ശമ്പളം കൊണ്ടുകൊടുത്തപ്പോ 500 നോട്ടിന്റെ അടിയിൽ എന്തുണ്ടായിരുന്നു? കാരണം ആ സാധു വരുമ്പോ എടുത്താണ് ഇതിന്റെ അടിയിലുള്ളത് മറന്നാണ്. പൊതുവെ മനുഷ്യനൊരു മറവിയുണ്ട്. പക്ഷെ എന്താണെന്നറിയാം, എന്നാലും നിങ്ങളെ വിഷയങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കി. മുമ്പ് ഒരു അമീർ ഉംറക്ക് പോകുമ്പോ എന്നോട് പറഞ്ഞു, കരിപ്പൂർ എയർപോർട്ടിൽ വെച്ചിട്ട് മുമ്പൊരു ഹജ്ജിനെ വേണം ആളുകൾക്ക് ഇഹ്റാം ചെയ്ത് കൊടുക്കുക. ഹജ്ജിനാണ് പോണത്, 5 ലക്ഷം റുപ്യ വാങ്ങിച്ച് ചെയ്ത് എയർപോർട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവരും കൂടി നിൽക്കുക. ഇതിൽ പ്രസരളിക്ക് ഒരാളുണ്ട്, ആളിങ്ങനെ കണ്ണു ഉറപ്പിച്ച് നോക്കുക. അപ്പൊ ഇയാളിങ്ങനെ വെച്ചു കൊടുക്കും, നവൈത്തുൽ ഉംറത, ഹജ്ജിന് പൈസ വാങ്ങിയാണ്ടോ. ഇയാൾ അവിടുന്ന് ഇയാളിമൂടിയും കൂടി എന്നെ അടുക്കൂല, 5-5 ലക്ഷം വാങ്ങിച്ചുകൊണ്ട് ഇപ്പൊ ഉംറ വലിച്ചാൻ നിൽക്കുകയാണല്ലേ. എന്തങ്ങട്ട് പറഞ്ഞിട്ട് ഇയാളോട് മനസ്സിലായില്ല. ഇങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാർ, ഒരു മസലിട്ട് പഠിക്കില്ല, ഒരു വിത്തിനെയൊന്നും ഒഴിവാക്കില്ല. അപ്പൊ ഏതായാലും അങ്ങനെ നിങ്ങൾ ആവാത്തതിൽ ഞാൻ അഭിനന്ദിക്കുക. അപ്പോ വിഷയങ്ങളൊക്കെ ഓരോ സംഗതികൾ വരുമ്പോ എല്ലാം മസല പഠിച്ചു പോവാ. അപ്പൊ അതിന്റെ മസല 2-2 ഞാൻ തീർപ്പായിട്ട് പറഞ്ഞു തന്നു. 3-ൽ ഇരുന്നാൽ അവിടെ നിസ്കാരം കഴിഞ്ഞിട്ട് ഓർമ്മ ആകണമെങ്കിൽ ഉടനെയാണെങ്കിൽ റക്കാത്ത്, കുറച്ച് വൈകിട്ടാണെങ്കിൽ 4 റക്കാത്ത്, അല്ലാതെ ഒരു നിവൃത്തിയില്ല. നേരെ മറിച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് 5 ഉറപ്പാണെങ്കിൽ മടക്കണ്ട, ഒരിക്കലും മടക്കണ്ട. അങ്ങനെയാണ് മഹാനായ അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫുൻ നബവി റളിയല്ലാഹു വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മടക്കേണ്ട ആവശ്യമില്ല. അതിനടുത്ത് എപ്പോഴും 5 ഇങ്ങനെ നിസ്കരിച്ചാണ്ട് കളിയാക്കണം എന്നല്ല, മടക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അതിന് മസല അതൊന്നും മസല അറിഞ്ഞപ്പോ നേരം വൈകി, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. അപ്പൊ ഒരാൾ ചോദിച്ചിരുന്നു, പിന്നെ നമ്മൾ ഉച്ചന്റെ മുമ്പ് നിയത്ത് വെച്ചാൽ മതിയോ ഇവിടുന്ന്? ഇപ്പൊ നോമ്പ് കഴിയാൻ നേരത്തെ പതൊക്കെ ചോദിക്കണത് മനസ്സിലായില്ല. എന്നാലും ഇവിടെ ചോദിച്ച പക്കം മറുപടി പറയാണ്, അത് സുന്നത്ത് നോമ്പിനെ പറ്റും. ഇതിനൊക്കെ തെളിവ് ഹദീസ് തന്നെ. ഉലമായിന് പൊതുവെ അറിയില്ല, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് മുത്തുനബി സലാം വീട്ടി, അതാണ്. അപ്പോ ഒരാൾ പറഞ്ഞ്, മുത്തുനബിയെ പുതിയ വഹി വല്ലതും ഇറങ്ങിക്കണോന്ന് വെച്ചു. തമാശക്കല്ല, അവർക്ക് ബേജാറ് ഇല്ല. എന്തേ 2 റക്അത്ത് നിസ്കരിച്ചുള്ളൂ. അപ്പോ ഇതുകൊണ്ട് ഇമാമിങ്ങളാണ് പറഞ്ഞു, വേഗമാണെങ്കിൽ ബാക്കിയാണ് നിസ്കരിച്ചത്. അതിനെ ചെയ്യണം. 2ാമത് സെപ്പറേറ്റ് നിസ്കരിക്കണേ ചെയ്യണ്ട, അവിടെ 2 റക്അത്ത് മുമ്പ് കൂട്ടിയിട്ട് നിസ്കരിക്കണേ ചെയ്യണം. നമ്മളിപ്പോ പുതിയ 4 നിസ്കരിച്ചത്. അതുകൊണ്ട് ഒരു 3 അഷ്ടങ്ങളെ കൊണ്ട് നിസ്കരിപ്പിച്ചവര് എല്ലാരോടും റമ്പം നன்றി രേഖപ്പെടുത്തുകയാണ്. എവിടെ നമ്മൾ പുതിയ നിസ്കരിക്കല്ല, അതിനെന്താ കുഴപ്പമുണ്ട്? അതിനും കുഴപ്പമില്ല, ബാക്കി നിസ്കരിച്ചു പ്രശ്നം. ആരെങ്ങളോട് അപ്പകാരം ആയിക്കോട്ടെ സാധിക്കും, ബാക്കി പറഞ്ഞില്ല. ഇല്ല വാക്യങ്ങൾ സ്കെച്ചില്ലേ, എന്താ കുഴപ്പമില്ല. പണ്ട് മൊല്ലാക്കനോട് വെച്ചാൽ മൊല്ലാക്കനോട് വെച്ച് കോയിന്റെ മേത്ത് വലക്ക കൊണ്ട് ചത്ത് എന്താ മസാല എന്ന് വെച്ച്, ആരാടാ തല്ലിട്ടെന്ന് വെച്ച്, കാരണം മസാല കിട്ടുന്നില്ല. അങ്ങനെ തമാശ ആക്കിയതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ മസാല അങ്ങനെയാണ്. അപ്പൊ ഇന്ന് മസാല അപ്പൊ സുന്നത്ത് നോമ്പിനാണത് പറ്റുക. ഏത്? അതിന് ഹദീസ് ഇമാം ബുഖാരിയുടെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷമ്മന്റെ വീട്ടിൽ വന്നിട്ട്, അല്ല എന്തൊക്കെ ഷൈഉൻ യാ ആയിഷ മുഹമ്മദ് മുസ്തഫ, ആയിഷോ നേരെ മലപ്പുറം ആയിഷോ ഇവിടെ വല്ലതും തിന്നാണ്ടോ? ഫഖാലത്ത്, ഓല് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഫൈനി സ്വായിം, ഞാൻ നോമ്പോക്കാണ്. അപ്പോഴേക്ക് ഉച്ച സമയമാണ്. അത് സുന്നത്തോമ്പായിരുന്നു. അപ്പൊ അതുകൊണ്ട് സുന്നത്തോമ്പിന് എന്ത് പറ്റും? ഫർളിന് പറ്റൂല. ഇനി ഒന്നും കൂടി കേട്ടോളി, സുന്നത്തിന്റെ കൂടെ ഫർള് കലാ കൂട്ടുന്ന ആൾക്കാരുണ്ടാവും, അവർക്കും പറ്റൂല. ഇനി ഒന്നും കൂടി കേട്ടോളി, നേർച്ച നോമ്പ് പോക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്കും പറ്റൂല. ചുരുക്കം ഉജൂബായ നോമ്പിന് പറ്റൂല. എന്തിനെ പറ്റുള്ളൂ? സുന്നത്തിനെ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് മസല മതിക്ക്, മറ്റുള്ളതൊക്കെ നമുക്ക് നാളെ പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കേട്ടൊക്കെ കബൂലാക്കട്ടെ.